ഇവിടെ CPM-ന്റെ എല്ലാ തന്ത്രവും പാളുമ്പോൾ ഇറക്കുന്ന ഒരു മറുതന്ത്രമുണ്ട്. മറുവശത്തുള്ളവരെ ചെളിവാരി എറിയുക എന്നത്. ഇപ്പോൾ ആ ഒരു അടവിലേക്കാണോ നമ്മുടെ മുഖ്യമന്ത്രിയും CPM-ഉം കടന്നിരിക്കുന്നത്? പണ്ടെങ്ങോ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയെ കണ്ടുവെന്ന കഥയുമായി എത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയുധമാക്കി കോൺഗ്രസിനെ തിരിച്ചടിക്കാനുള്ള CPM നീക്കമായി വിലയിരുത്താമോ? ഈ ഒരു നീക്കം CPM-നെ തന്നെ തിരിഞ്ഞുകൊട്ടാനുള്ള സാധ്യതയുമുണ്ട്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. അപ്പോൾ ഒരു ആരോപണം തങ്ങൾക്ക് നേരെ വരുമ്പോൾ അതേ ആരോപണം തിരിച്ച് ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ചിലപ്പോഴൊക്കെ ഇത് ഇറക്കും, അല്ലെങ്കിൽ ഇത് ഫലപ്രദമാകും. എപ്പോഴും അത് ഫലപ്രദമായി കൊള്ളുന്നില്ല. ഇവിടെ കൃത്യമായി ഓരോ ദിവസങ്ങളിൽ ഇപ്പൊ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള ആരോപണം വെളിയിൽ വന്ന ദിവസം മുതൽ ഓരോ ദിവസവും പുതിയ 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 ഡയമെൻഷൻസ് വരികയാണ്, പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരികയാണ്. ഗോവർദ്ധൻ എന്ന കർണാടകക്കാരൻ, ഗോവർദ്ധൻ എന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹം സ്പോൺസറാണ്, അദ്ദേഹം സാധനങ്ങൾ വാങ്ങുന്ന ആളാണ്, വാങ്ങി അതിന്റെ ലാഭമെടുത്ത് വീണ്ടും അതിന്റെ ഓഹരി തിരിച്ച് ശബരിമലയ്ക്ക് കൊടുക്കുന്ന ആളുമാണ് ഇപ്പോൾ കണ്ടിടത്തോളം. അതുപോലെ പുതിയ ഒരു ഡി മണി വരികയാണ്, ഡിണ്ടിഗൽ മണി, അല്ലെങ്കിൽ MS മണി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ എന്ന് പല പേരുകൾ അറിയപ്പെടുന്ന ഡിണ്ടിഗൽകാരനായ ഒരു മണി വരികയാണ്. ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് തുടങ്ങി, റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അധികാരിയായി വളർന്ന് പുരാവസ്തുക്കൾ വാങ്ങുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ഇവിടുന്നെല്ലാം ലഭിക്കാമോ അതെല്ലാം വാങ്ങി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുന്ന വൻപൻ കണ്ണിയുടെ ഒരു ശൃംഖലയുടെ ഒരു ചെറിയ കണ്ണിയായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ഡിണ്ടിഗൽ രാജ അല്ലെങ്കിൽ ഡിണ്ടിഗൽ മണി